ഇപ്പൊ നടക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു ജെൻസി രീതിയിലുള്ള പ്രൊട്ടസ്റ്റാണ്. അത് അവര് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി എല്ലാവർക്കും പിടിക്കുമെന്ന് വരുന്നില്ല. കാരണം നമ്മളൊക്കെ ഇത്ര നാൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല. എന്ന് വെച്ചാൽ വേറൊരു ടൈപ്പ് ഓഫ് സമരവും മറ്റേ അത് മുദ്രാവാക്യം അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ജെൻസി പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്ന ഒരു രീതിയെ വേറെ, അവരുടെ ഒരു രീതിയെ വേറെയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, കുറെ പേർക്ക് ഇത് ഭയങ്കര സില്ലി ഇഷ്യൂ ആണ്. ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊച്ചുങ്ങളെ എങ്ങനെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രവാസിയായിട്ടൊക്കെ വെളിയിൽ പോയി കിടക്കുന്നവർക്കും ഡെയിലി കൂലിപ്പണിക്ക് പോയി സേവ് ചെയ്ത് പഠിപ്പിക്കുന്നവർക്കും ഒക്കെ ഇത് വലിയ ഇഷ്യൂ ആണ്. സത്യം പറയാൻ കഴിച്ചു, ഇതൊരു ചെറിയ പ്രശ്നമല്ല. അത് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. കാരണം കഷ്ടപ്പെട്ട് ഉറക്കം ഉളച്ച് കുത്തിയിരുന്ന് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന ഒരുപാട് പിള്ളേർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ ഇടയ്ക്കോട്ട് ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ബാക്കിയുള്ള സാധനങ്ങളും പൈസ കൊടുത്ത് ബൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊരു വലിയ ഷോവാണ് ചെയ്യുന്നത്. കാരണം ഉറക്കം ഉളച്ചും ഇതുപോലെ കുത്തിയിരുന്ന് പഠിക്കുന്ന ആൾക്കാരോടുള്ള കൊടുക്കുന്ന പട്ടി വിലയാണത്. സോ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം കണ്ടുപിടിക്കണം. അത് ഞാൻ വേറെ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട് കേരളത്തിൽ PSCയുടെ സംഭവത്തിനും ഇത് നടന്നിട്ടുണ്ടെന്ന്. അത് നടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനും സപ്പോർട്ട് ചെയ്യണം നമ്മൾ. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ ഒരാളൊരു അഭിപ്രായം പറയുമ്പോൾ ആ അഭിപ്രായം അവന്റെ മതത്തിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അവൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ പറ്റിയാണ് സംസാരിക്കുന്നത് എന്ന് പറയുന്നിടത്താണ് ഈ തോട്ട് ആൾക്കാരിൽ എന്ന് മാറുന്നോ അന്നേ മാറത്തുള്ളൂ. നിങ്ങൾക്ക് ഇതിനോടുള്ള ഒരു അഭിപ്രായം എങ്ങനെ, അത് സോഷ്യൽ മീഡിയ കൂടെ നിങ്ങൾ വണ്ടി പിടിച്ച് ഡൽഹിയിലൊന്നും പോകണ്ട. അതൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഡു ക്രിയേറ്റ് റെലവന്റ് സോഷ്യൽ മീഡിയ കോണ്ടന്റ്സ്.